നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നു. ഇന്നലെ ജോ ബൈഡൻ അമേരിക്കയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിനെ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണം. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 24 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ബെയ്റൂത്തിന്റെ തെക്കൻ മേഖലയിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം ലോകത്ത് ശക്തമായി. എന്നാൽ അവസാന നിമിഷം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഏറ്റവും ശക്തമായ സമ്മർദ്ദമൊരുക്കുകയായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിന് തൊട്ടുപിന്നാലെ തെക്കൻ ലെബനനിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. അവർ തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെ ജീവിതം തുടങ്ങി. ആകെപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ഹമാസ് നേതാവ് ഇപ്പോൾ ലോകത്തോട് പറയുന്നു, ഞങ്ങൾ കൂടി വെടിനിർത്തലിന് തയ്യാറാണ്. വെടിനിർത്തൽ അംഗീകരിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അവകാശമുണ്ട് എന്ന് ഹമാസ് പ്രതിനിധി. ഹമാസിന്റെ മുതിർന്ന നേതാവ് സാമി അബു സുഹ്രിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത് എന്ന് ലെബനൻ പറയുന്നു. അതിനെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറാണ് എന്ന് സാമി പറയുന്നു. ഗാസയിലെ ജനങ്ങളുടെ വംശഹത്യ അവസാനിപ്പിക്കുന്ന ഒരു വെടിനിർത്തൽ അടിയന്തരമായി പ്രഖ്യാപിക്കണം. മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ തന്ത്രപരമായ നീക്കമായി ഇസ്രയേൽ ഇതിനെ കാണുന്നു. ഹമാസിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഹമാസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് എന്ന് ഇന്നലെയും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ള പിന്തുണ കൂടി ഹമാസിന് നഷ്ടപ്പെടുന്നതോടെ അവർ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. ശക്തമായ സൈനിക നീക്കങ്ങൾക്കാണ് ഇപ്പോൾ ഗാസ മുനമ്പിലുള്ള ഒരുക്കം. ഒരു കരാറിലെത്താൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചു. വെടിനിർത്തൽ കരാറിനുള്ള താൽപര്യം ഇസ്രയേലിനില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പ്രതികരിക്കുന്നത്. പാലസ്തീൻ അതോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇപ്പോൾ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ ലോക നേതാക്കൾ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടുപിന്നാലെ ഒരു ഹിസ്ബുള്ള ഭീകരൻ പരസ്യമായി രംഗത്തെത്തി. ലെബനീസ് മാധ്യമങ്ങൾ ഇയാൾ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രസിദ്ധീകരിച്ചു. ഒക്ടോബർ 10 ബെയ്റൂത്തിൽ ഒരു ആക്രമണത്തിലൂടെ ഇയാളെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു. ഹിസ്ബുള്ള ലെയ്സൺ കോർഡിനേഷൻ യൂണിറ്റ് മേധാവിയായ വാവിക് സഭയാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ ഒരു ശ്മശാനത്തിൽ മറ്റ് 2 പേർക്കൊപ്പം അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ് ലെബനീസ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒടുവിലിത ഹിസ്ബുള്ള പൊതുനിരത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങി എന്ന അടിക്കുറിപ്പും. ഇസ്രയേലി സൈനികർ ഇപ്പോഴും നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് ലെബനീസ് ജനത കടന്നു ചെല്ലരുത് എന്ന് ലെബനൻ സൈന്യം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞുപോയതിനു ശേഷം മാത്രമേ ആ മേഖലകളിലേക്ക് ജനങ്ങൾ കടന്നെത്താവൂ. ഹിസ്ബുള്ള ഭീകരരാണോ സാധാരണ ജനങ്ങളാണോ എന്ന് തിരിച്ചറിയുക സേനയ്ക്ക് പ്രയാസമാണ്. ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ച് മേഖലയിലേക്ക് കടന്നുവന്ന ജനങ്ങളുടെ നേർക്ക് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകൾ മറ്റൊരു വശത്തുണ്ട്. ഇസ്രായേൽ സൈനികർ നിൽക്കുന്നിടത്തേക്ക് ഹിസ്ബുള്ള ഭീകരർ കടന്നു വരരുത് എന്ന് IDF മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും വിധത്തിൽ ഇത്തരം നീക്കങ്ങളുണ്ടായാൽ മുന്നറിയിപ്പില്ലാതെ തങ്ങൾ വെടിവെക്കുമെന്നും IDF പറഞ്ഞു. പുലർച്ചെ 4 മണിക്ക് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലെബനനിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും IDF സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കരാർ പ്രകാരം സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിക്കഴിഞ്ഞ് മാത്രമേ തെക്കൻ ലെബനനിലെ ജനങ്ങൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്താൻ പാടുള്ളൂ. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഇസ്രായേലിനെയും ഹിസ്ബുള്ളയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ടർക്കി രംഗത്തെത്തി. ഉടമ്പടി ഒരു ശാശ്വത സമാധാനത്തിന് വഴിതെളിക്കുമെന്നാണ് ടർക്കി അഭിപ്രായപ്പെട്ടത്. നെതന്യാഹുവിനുള്ള ICC അറസ്റ്റ് വാറന്റ് തങ്ങൾ അവഗണിക്കുന്നുവെന്ന് ഇപ്പോൾ ഫ്രാൻസ് വെളിപ്പെടുത്തി. നെതന്യാഹുവിനും ഇസ്രായേലിനുമൊക്കെ പിന്തുണയുമായി മുന്നോട്ട് വരുന്ന ഫ്രാൻസിനെയാണ് ഏറ്റവും ഒടുവിൽ ലോകം കാണുന്നത്. വെടിനിർത്തൽ കരാറിന്റെ മേൽനോട്ടത്തിനായി നിയോഗിക്കപ്പെട്ടത് അമേരിക്കയും ഫ്രാൻസുമാണ്. അവസാന നിമിഷം വരെ ഫ്രാൻസിനെ മേൽനോട്ട സമിതിയിൽ ഉൾപ്പെടുത്തരുത് എന്ന വാദഗതി ഇസ്രായേൽ ഉയർത്തി. എന്നാൽ ലെബനനും അമേരിക്കയുമാണ് ഫ്രാൻസ് കൂടി മേൽനോട്ട സമിതിയിൽ വേണം എന്ന് കടുംപിടുത്തം പിടിച്ചത്. പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. സന്തോഷ വാർത്തയെന്നാണ് ജോ ബൈഡൻ തുടർന്ന് പ്രതികരിച്ചത്. US ഫ്രഞ്ച് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിലെ താവളങ്ങൾ പൂർണ്ണമായി ഒഴിയും.
ലിറ്റനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ള പിൻവാങ്ങുമെന്നാണ് കരാറിൽ വ്യക്തമാക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും. ഏതെങ്കിലും വിധത്തിൽ കരാർ ലംഘിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇനി ഇറാനിലേക്ക് തങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഹമാസിനെ തികച്ചും ഒറ്റപ്പെടുത്തുക, സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ സംഭരിക്കുക. ഈ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തൽ കരാറിന് പിന്നിലെന്ന് നെതന്യാഹു പറഞ്ഞു. തങ്ങൾ ആക്രമണം തുടങ്ങിയ ദിവസങ്ങളെ അപേക്ഷിച്ച് ഹിസ്ബുള്ള ഇപ്പോൾ വളരെ ദുർബലമായ അവസ്ഥയിലാണ്. വെടിനിർത്തൽ തീരുമാനം സന്തോഷ വാർത്തയാണ് എന്നറിയിച്ച ജോ ബൈഡൻ ഏതെങ്കിലും വിധത്തിൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിനുണ്ട് എന്ന് വ്യക്തമാക്കി. കരാർ ലംഘിച്ചാൽ സ്വയരക്ഷയെ കരുതി ശക്തമായി തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഗാസയിലും വെടിനിർത്തലിന് US ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. കരാറിനെ ലെബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മിഖാറ്റി സ്വാഗതം ചെയ്തു. ഒരു വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥരായി മുന്നോട്ട് വരണം. വെടിനിർത്തലിനും തടവുകാരെ കൈമാറുന്നതിനുമുള്ള ഒരു ശക്തമായ കരാറാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന ഹമാസിന്റെ പ്രസ്താവന അവരുടെ കീഴടങ്ങലായി ഇസ്രായേൽ കാണുന്നു. ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുൻപ് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഹമാസിനുമേൽ ഏറ്റവും ശക്തമായ സൈനിക സമ്മർദ്ദത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ കോപ്പുകൂട്ടുന്നത്. അതിനുവേണ്ട സൈനിക തന്ത്രങ്ങൾ അവർ മെനഞ്ഞു കഴിഞ്ഞു. ഫ്രാൻസും ഇസ്രയേലും തമ്മിൽ നിലവിലുള്ള നയതന്ത്ര പിരിമുറുക്കങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഫ്രാൻസ് മേൽനോട്ട സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു ഇത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കാനുള്ള ഒരു അമേരിക്കൻ നീക്കം. കരാർ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നതിന് മുൻപ് ഇസ്രായേൽ സൈനിക വിഭാഗത്തിലെ മുതിർന്ന ആളുകളുമായി പ്രധാനമന്ത്രി കൂടിയാലോചനകൾ നടത്തി. വടക്കൻ പ്രദേശത്തെ പ്രാദേശിക അധികാരികളും തലവന്മാരുമായും നെതന്യാഹു ചർച്ച നടത്തി. വടക്കൻ ഇസ്രായേലിലേക്ക് ജനങ്ങളെ തിരികെ എത്തിക്കുകയാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് നെതന്യാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ നല്ലതാണ്. വെടിനിർത്തൽ ഒരു തരത്തിലും യുദ്ധത്തിന്റെ അവസാനമല്ല. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിന് നേർക്ക് ഇനിയൊരു ആക്രമണത്തിന് ഹിസ്ബുള്ള ശ്രമിച്ചാൽ സമാനതകളില്ലാത്ത തിരിച്ചടി നമ്മൾ കൊടുക്കും. ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് ഹമാസിനെ ഒറ്റപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ സൗത്ത് ലെബനനിൽ ഇസ്രായേലിന് ഒരു ബഫർ സോൺ ഇല്ല എന്നുള്ള പ്രശ്നമാണ് മറ്റു ചിലർ ഉയർത്തിക്കാട്ടിയത്. അതിനും നെതന്യാഹുവിന് മറുപടിയുണ്ട്. ലിറ്റനി നദിക്കിക്കരയിലേക്ക് ഇനി ഹിസ്ബുള്ള പ്രവേശിക്കില്ല. പ്രദേശം നമ്മുടെ ദീർഘനിരീക്ഷണത്തിൽ തന്നെയാകും. വെടിനിർത്തലിന് മുൻപുള്ള അവസാന മണിക്കൂറുകളെ അപകടകരവും സെൻസിറ്റീവുമായ നിമിഷങ്ങളെന്നാണ് ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം ലെബനനും തങ്ങളുടെ ജനതയ്ക്ക് നൽകി. ഹിസ്ബുള്ളയിലെ 80% പ്രമുഖരെയും തങ്ങൾ ഇല്ലായ്മ ചെയ്തുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ തലവന്മാരെയും ഹിസ്ബുള്ളയെ നയിച്ച കമാൻഡർമാരെയുമൊക്കെ തങ്ങൾ കൊന്നൊടുക്കി. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തി തന്നെയാണ് ഇസ്രായേലിന് മുന്നിൽ ലോകം കാണുന്നത്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഇത് യുദ്ധതന്ത്രങ്ങളുടെ വിജയമായി നെതന്യാഹു കണക്കുകൂട്ടുന്നു. ഹിസ്ബുള്ളയെ മെരുക്കി ഒടിച്ചിട്ടു എന്നതാണ് ഇസ്രായേലിന്റെ പൊതുവികാരം. ഇറാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണിത്. മറുവശത്ത് ഹമാസ് കീഴടങ്ങലിനൊരുങ്ങി നിൽക്കുന്നു എന്നത് ഇസ്രായേലിന്റെ കരുത്ത് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.